അണ്ണന്റെ കിൻഡലടി എന്ന് പറയില്ലേ, കിൻഡലടി. ഞാൻ ഈ വർഷം കണ്ടതിൽ ഏറ്റവും അടി കൊടുക്കണം. ഇന്ന് വൈകുന്നേരം തൊട്ട് എന്റെ ബോക്സ് മേടിക്കുമ്പോ അതൊക്കെ നിസാൻ പറയും, അതൊക്കെ ഭാവിയിൽ പറയും. ഇപ്പൊ എന്തായാലും ആലപ്പുഴ ജിംഖാന എല്ലാവരും ഞെട്ടിച്ചു, എല്ലാവരും അടിപൊളി, എല്ലാവരും ഭയങ്കര രസമായിട്ട് ഫൈറ്റ് ചെയ്തു. പിള്ളേര് തൂക്കിയിരിക്കുകയാണ്. പിന്നെ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575. അത് അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. പൂജ കഴിഞ്ഞുള്ളൂ, ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നിസാൻ പറയും, അതൊക്കെ ഭാവിയിൽ പറയും. ഇപ്പം എന്തായാലും ആലപ്പുഴ ജിംഖാന എല്ലാവരും വീട്ടിൽ പോയി കാണോട്ടോ. വൻ പടമാണ്. ഞാൻ ഈ വർഷം കണ്ടതിൽ ഏറ്റവും അടി കൊടുക്കണം. ഓ അണ്ണന്റെ കിൻഡലടി എന്ന് പറയില്ലേ, കിൻഡലടി. പിന്നെ അല്ലാതെ നാളെ അല്ലേ, ഇന്ന് തന്നെ വരാൻ പോവാ. ഇന്ന് വൈകുന്നേരം തൊട്ട് എന്റെ ബോക്സ് മേടിക്കാൻ പോവാ. എല്ലാവരും, നസ്ലിൻ, സന്ദീപ്, ജാങ്കോ, എല്ലാവരും. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ജിംഷി ഖാലിദിന്റെ വർക്കാണ്. വൻപൊളി വർക്കാണ് ജിംഷിക. ഫൈറ്റ് നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഫൈറ്റുകൾ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. ആക്ച്വലി മലയാളത്തിൽ തന്നെ അധികം വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഫൈറ്റുകളൊക്കെയാണ്. വൻപൊളിയാണ്. എല്ലാവരും പോയിട്ട് ഖാലിദ് റഹ്മാൻ പടം എന്തായാലും കാണണം. എല്ലാവരും ഞെട്ടിച്ചു, എല്ലാവരും അടിപൊളി, എല്ലാവരും ഭയങ്കര രസമായിട്ട് ഫൈറ്റ് ചെയ്തു. മാച്ച് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു. വിഷു തൂക്കിയോ? അതെനിക്കറിയില്ല, ഞാൻ ബാക്കി സിനിമ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് പടം ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോ വേറെ ഏത് പടം കാണോ? മരണമാസം എല്ലാം കാണണം. പിള്ളേര് തൂക്കിയിരിക്കുകയാണ്. പിന്നെ കുറച്ചാൾ ഇതാക്കിയ ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചാൾ പണിയെടുത്തതിൻ്റെ റിസൾട്ട് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ പടം കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നു ഓഡിയൻസ് കണ്ടിട്ട് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ സൗണ്ട് മിക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് തോന്നി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പടം തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണെന്ന് തോന്നുന്നു. കാരണം ഒരു സ്പോർട്സിനെ ബേസ് ചെയ്തെടുത്ത പടമായതുകൊണ്ട് അതിൻ്റെ സൗണ്ട് എഫക്റ്റ് ഒക്കെ വെച്ച് ഭയങ്കര ജിംഷിക്കാണെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടാലും ആ സാധനം കിട്ടില്ല. തിയേറ്ററിൽ കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതൊരു ഹിറ്റാക്കി തരാം. ഒരു പടമാണ്. അത്യാവശ്യം ഉണ്ട്, എല്ലാവരുടെ കൂടെ ഒരു ഗ്യാങ്ങിലുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ്. കോമഡിയൊക്കെ ആൾക്കാർ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. ബാക്കി 15 ദിവസങ്ങളിൽ ഇത് കോമഡി സ്പോർട്സാണ്. അത്യാവശ്യം കോമഡി എല്ലാം ഉണ്ട്. ബാക്കി കോമഡി വർക്കാവുന്ന ഫൈറ്റും മാസം എല്ലാം ഉണ്ട്. എല്ലാ പരിപാടിയും സാധാരണ താങ്കൾ ചെയ്യുന്നതിനെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റൈലാണ്. സിനിമ തുടങ്ങിയല്ലേ ഉള്ളൂ, സാധാരണ ഒന്നും ചെയ്യാറില്ല. ഫ്രണ്ട്സൊക്കെ ചെയ്ത് നടന്നതാണ്. ഭയങ്കര സന്തോഷം. അത് ഈ ഒരു അവസരം കിട്ടിയത് വളരെ സന്തോഷം. ഭയങ്കര എക്സ്പീരിയൻസ് ആയി. നസീം ബ്രോയായിട്ട് അഭിനയിക്കാൻ ആ പഞ്ചൊക്കെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സന്തോഷം. ഞാൻ 10 years ബോക്സിങ് ചെയ്യുന്നു. നസീം ബ്രോ ഇപ്പം അവരെ 6 months ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അവർ ആ ഡെഡിക്കേഷൻ അത്ര ഹാർഡ് വർക്ക് ചെയ്താണ്. അപ്പോൾ ഇടിയൊക്കെ കറക്റ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അത്രയും അവർ നിന്ന് മേടിക്കുകയെന്ന് വെച്ചാൽ അവർ സമ്മതിക്കണം. ഭയങ്കര സന്തോഷം. നസലിനൊക്കെ അത്ര ഇത് പറഞ്ഞാൽ പഞ്ച് ലാൻഡ് ചെയ്തപ്പോൾ നസീം ബ്രോ സോറി ഓക്കെ ആണോ എന്ന് വെച്ചപ്പോൾ പുള്ളി പറയുന്നു, സനു ബ്രോ ഒരു കുഴപ്പമില്ല, ഇത് സിനിമയല്ലേ, പെപ്സിന് വേണ്ടി അടിച്ചോ, ഓക്കെ ആണെന്ന്. അപ്പോൾ അതാണ് ഡെഡിക്കേഷൻ പുള്ളിയുടെ. അത് ഭയങ്കര സന്തോഷം പുള്ളിയായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റിയല്ലോ. പുള്ളിയുടെ രീതിയാണ് അല്ലെ, പുള്ളി എഴുതിക്കൊണ്ടുവന്നാണോ ഈ ഡയലോഗ് പറയാന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ എവിടെ കിട്ടിയെന്ന് ചോദിച്ചായിരുന്നോ റഹ്മാനോട്? കുറച്ച് ഒരു 5-6 മാസത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭംഗിയായിട്ട് പോയി പെർഫോം ചെയ്യാം. അവളുടെ പാട്ട് അവൾ ഭംഗിയായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ്. പടം അടിപൊളി പടമാണ്, നൈസ് പടം കേട്ടോ. നൈസ് പടം, ഗണപതിയൊക്കെ നൈസ്, നസ്ലിയും പൊളിച്ച്, ഏത് മൂട് വെച്ചാനെ പൊളി മൂട് പടം. അടിപൊളി, നല്ല കിൻഡലടി പരിപാടിയെല്ലാം വർക്കാണ്. അവർ എഫേർട്ട് എടുത്തതിന് ഭയങ്കര റിസൾട്ടുണ്ട്. മൊത്തം കിട്ടുന്ന പരിപാടിയാണ്. എല്ലാവരും തിയേറ്ററിലാണ് കാണുന്നത്. ഞാനതിൽ റോളൊന്നുമില്ല, പോടാ. ഇല്ല ഫീൽ ഗുഡ് ഇടി. നല്ലൊരു മൂവിയാണ്. ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് ഫൈറ്റിംഗ് മൂവിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ട് ബോക്സിങ്ങിന് എടുത്ത് കാണിച്ചിട്ടുള്ളൊരു മൂവിയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ കേരള എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്ര മൂവി ഇങ്ങനൊരു ബോക്സിങ്ങിന് ഇത്രയും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടും ഇത്ര രീതിയിൽ മേക്ക് ചെയ്തുകൊണ്ടും കേരളത്തിൽ ഇതുവരെ ഒരു ഫൈറ്റ്
ബോക്സിംഗ് മൂവി ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. എല്ലാവരും ആ മേക്കിങ്ങും ആ ഇടിയും അതിൻ്റെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. എല്ലാവരും വരിക, സപ്പോർട്ട് ചെയ്യുക. ബോറിംഗ് ഒന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റും. 2 മണിക്കൂർ 20 മിനിറ്റും ഉണ്ട്. ഒരിക്കലും ഒരു ലാഗായിട്ട് തോന്നിയിട്ടില്ല. ആക്ഷനും എല്ലാം നന്നായിട്ടുണ്ട്. ഒന്നും പ്രഡിക്റ്റബിൾ അല്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് ബ്രോ. സൂപ്പർ പടം. ഒരു രക്ഷയില്ല. എന്റർടൈനറാണ്, ഫുൾ എന്റർടൈനർ. നല്ല അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ യൂത്തിനും അടിപൊളിയായിരുന്നോ? എടാ എങ്ങനെയുണ്ട് അടിപൊളി. ചേട്ടാ പടം എങ്ങനെയുണ്ട്? തകർത്തോ? നസ്ലി തകർത്തോ? സൂപ്പറായിരുന്നോ? ചേട്ടാ പടം എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? നസ്ലി തകർത്തോ? രാജുവിന്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. ഫസ്റ്റ് ആയിട്ടല്ലേ അത് എന്താണ് അതിന്റെ ജോണറായിട്ട്? അത് അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പൂജ കഴിഞ്ഞുള്ളൂ. ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നിസാൻ പറയും, അതൊക്കെ ഭാവിയിൽ പറയും. ഇപ്പം എന്തായാലും ആലപ്പുഴ ജിംഖാന എല്ലാവരും തീയിട്ട് പോയി കാണോട്ടോ. വൻ പടമാണ്. ഞാൻ ഈ വർഷം കണ്ടതിൽ ഏറ്റവും അടിപൊളി പടം. ഓ അണ്ണന്റെ കിൻഡലിടി എന്ന് പറയില്ലേ, കിൻഡലിടി. പിന്നെ അല്ലാതെ നാളെ അല്ലേ, ഇന്ന് തന്നെ വരാൻ പോവാ. ഇന്ന് വൈകുന്നേരം തൊട്ട് എന്റെ ബോക്സ് പഠിക്കാൻ പോവാം. എല്ലാവരും, നസ്ലിൻ, സന്ദീപ്, ജാങ്കോ, എല്ലാവരും. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ജിംഷി ഖാലിദിന്റെ വർക്കാണ്. വൻപൊളി വർക്കാണ് ജിംഷിക. ഫൈറ്റ് നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഫൈറ്റുകൾ നമ്മളിവിടെ കണ്ടിട്ടില്ല. ആക്ച്വലി മലയാളത്തിൽ തന്നെ അധികം വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഫൈറ്റുകളൊക്കെയാണ്. വൻപൊളിയാണ്. എല്ലാവരും പോയിട്ട് ഖാലിദ് റഹ്മാൻ പടം എന്തായാലും കാണണം. എല്ലാവരും ഞെട്ടിച്ചു. എല്ലാവരും അടിപൊളി. എല്ലാവരും ഭയങ്കര രസമായിട്ട് ഫൈറ്റ് ചെയ്തു. മാച്ച് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു. വിഷു തൂക്കിയോ? അതെനിക്കറിയില്ല. ഞാൻ ബാക്കി സിനിമ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് പടം ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോ വേറെ ഏത് പടം കാണോ? മാസം എല്ലാം കാണണം. പിള്ളേര് തൂക്കിയിരിക്കുകയാണ്. പിന്നെ കുറച്ചാൾ ഇതാക്കിയ ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചാൾ പണിയെടുത്തതിൻ്റെ റിസൾട്ട് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്ന പടം കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നു ഓഡിയൻസ് കണ്ടിട്ട് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. ഞങ്ങളും ഇപ്പോൾ സൗണ്ട് മിക്സ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങളും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് തോന്നി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പടം തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണെന്ന് തോന്നുന്നു. കാരണം ഒരു സ്പോർട്സിനെ ബേസ് ചെയ്തെടുത്ത പടമായതുകൊണ്ട് അതിൻ്റെ സൗണ്ട് എഫക്റ്റ് ഒക്കെ വെച്ച് ഭയങ്കര ജിംഷിക്കാണെങ്കിൽ കാണേണ്ട പരിപാടിയാണ്. നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടാലും ആ സാധനം കിട്ടില്ല. തിയേറ്ററിൽ കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതൊരു ഹിറ്റാക്കി തരാം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.